ലേഖനങ്ങൾ പഠിക്കുന്നു. ദൈവം നമുക്ക് അവസരങ്ങളെ തന്നു. കഴിഞ്ഞ ചില നാളുകളായി നമ്മൾ എഫെസ് ലേഖനവും ഫിലിപ്പിയ ലേഖനവും ഗലാത്യർ, എഫെസ്യർ, ഫിലിപ്പിയർ, ഇങ്ങനെ 3 ലേഖനങ്ങൾ നമ്മൾ തുടർമാനമായുള്ളത് നമ്മൾ ചിന്തിച്ചു വരികയാണ്. നമുക്ക് ഇന്ന് മുതൽ നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ചിന്തിക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഏകദേശം എഫെസ് ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ഒരേ കാലയളവിൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അതുകൊണ്ട് ആദ്യ തുടർമാനമായി ചിന്തിക്കുന്ന കുറച്ചുകൂടെ നമുക്ക് നല്ലതായിരിക്കുമെന്ന് കരുതുകയും ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ നയിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് ദിവസത്തില് അങ്ങനെ ഏത് മാറിപ്പോ ലേഖനത്തിൽ നിന്ന് മാറി ചിന്തിക്കണോ അതോ തുടർമാനം ചിന്തിക്കണോ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയില് ദൈവം കൊലോസ്യ ലേഖനത്തിലൂടെ തന്നെയാണ് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയത്. അതുകൊണ്ട് കൊലോസ്യ എഴുതിയ ലേഖനം നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ലേഖന പഠനങ്ങൾ തീർച്ചയായും ദൈവസഭയ്ക്ക് അത് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മളെ ഏറ്റവും അധികം ചിന്തിക്കുന്ന കാര്യമാണ്. എല്ലാ ലേഖനങ്ങൾക്കും ഒരു പൊതു രീതിയുണ്ട്. എല്ലാ ലേഖനങ്ങളും ആദ്യഘട്ടങ്ങൾ ഉപദേശങ്ങളെ കുറിച്ച് ശക്തമായി പറയുകയും ദുരുപദേശങ്ങളെ എതിർക്കുകയും ചെയ്യുകയും, രണ്ടാം ഭാഗം വരുമ്പോൾ സഭ വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെ ഒരു ന്യൂ പാറ്റേൺ ഓഫ് ലൈഫ് നയിക്കേണ്ട നവജീവിത മാതൃക എങ്ങനെയായിരിക്കണം, നമ്മുടെ ലൈഫിലോട്ട് അത് കണക്ട് ചെയ്യുന്നു. നമ്മൾ എങ്ങനെ ജീവിക്കണം, തന്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം ഈ ഭൂമിയിൽ എന്നുള്ളത് രണ്ടാം ഭാഗത്തിൽ എല്ലാ ലേഖനങ്ങളിലും ആവർത്തിച്ചു വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. കൊലോസ്യ ലേഖനവും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അങ്ങനെ തന്നെ അതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ ആദ്യ ഭാഗങ്ങൾ ഉപദേശത്തിലേക്കും ദുരുപദേശങ്ങൾക്ക് എതിരെയുള്ള കത്താവുന്നതുകൊണ്ടാണ് ശക്തമായ ഉപദേശങ്ങൾ ഇവിടെ എഴുതേണ്ടി വരുന്നതും. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് കൊലോസ്യ ലേഖനം. എഫെസ് ലേഖനം ചിന്തിക്കുമ്പം അത് ക്രിസ്തുവിന്റെ സഭയെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ കൊലോസ്യ ലേഖനം സഭയുടെ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതാണ് രണ്ട് ലേഖനങ്ങൾ തമ്മിൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എഫെസ് ലേഖനം നമ്മൾ പഠിച്ചപ്പം ക്രിസ്തുവിന്റെ സഭ ആരാകുന്നു എന്നുള്ള വെളിപ്പാടാണ് എഫെസ് ലേഖനത്തിൽ കിടക്കുന്നതെങ്കിൽ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ സഭയുടെ ക്രിസ്തു ആരാകുന്നു എന്നുള്ള വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിലൂടെ ഈ കത്തിൽ തുറന്നു കാട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠത, പൂർണ്ണ ദൈവമായി പൂർണ്ണ മനുഷ്യനായി നമുക്ക് വേണ്ടി കടന്നു വന്ന ക്രിസ്തുവിനെ അതിശക്തമായ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. കൊലോസ്യ ലേഖനം നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ എല്ലാ ലേഖനങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന് ഇൻട്രൊഡക്ഷനായി ചില കാര്യങ്ങൾ പറയാറുണ്ട്. കൊലോസ്യ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒരു മുഖവരിയായി പറയുകയാണെങ്കിൽ, ഈ കൊലോസ്യ എന്ന സ്ഥലം ഒരു സ്ഥലപ്പേരാണ്. എഫസോസ് എന്ന ഫിലിപ്പിയ എന്ന സ്ഥലം പോലെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ സ്ഥലപ്പേര് ഗലാത്യ അങ്ങനെ പറയുന്ന പോലെ തന്നെ കൊലോസ്യ എന്നൊരു സ്ഥലമാണ്. അത് ഫ്രൂഗ്യ അല്ലെങ്കിൽ ഫ്രിജിയ എന്നുള്ള ദേശത്തെ ഒരു പട്ടണമാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 4:2-10 അനേക ദേശങ്ങളിൽ നിന്ന് ദൈവവചനം കേട്ടവരെ കുറിച്ച് പറയുമ്പോൾ ഫ്രിജിയ അല്ലെങ്കിൽ ഫ്രൂഗ്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു പട്ടണമായിരുന്നു ഇത്. എഫെസോസിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ അകലമായിരുന്നു. അതായത് ഏഷ്യ മൈനർ സഭകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സഭകൾ സ്ഥിതി ചെയ്തിരുന്ന അതേ പ്രദേശമാണ് ഇതും, കൊലോസ്യ ദേശം എന്ന് പറയുന്നത്. അപ്പൊ കൊലോസ്യ ദേശത്തില് അപ്പോസ്തലനായ പൗലോസ് നേരിട്ട് പോയി സ്ഥാപിച്ച ഒരു സഭയല്ല. അപ്പോസ്തലൻ ഇവരെ നേരിട്ട് കണ്ടിട്ടുമില്ല. കൊലോസ്യ വിശ്വാസികളെ നേരിട്ട് കണ്ടില്ല. അത് നമുക്ക് കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം അവിടെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ കൊലോസ്യ സഭ സ്ഥാപിക്കപ്പെട്ടതെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് എന്ന സ്ഥലത്ത് 3 വർഷത്തിലധികം താമസിച്ച് ശുശ്രൂഷിച്ചിരുന്നു. എഫെസോസ് നമ്മൾ എഫെസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുമുണ്ട്. എഫെസോസില് അപ്പോസ്തലൻ അപ്പോസ്തലന്റെ കൂടെ അവിടെ വെച്ച് അദ്ദേഹത്തിന് ലഭിച്ച ഒരു ശിഷ്യനാണ് എപ്പഫ്രാസ്. അപ്പൊ എപ്പഫ്രാസ് എന്ന അദ്ദേഹം കൊലോസ്യയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ എപ്പഫ്രാസ് ഇങ്ങനെയും വിശ്വസിക്കുന്നു, തിമോത്തിയെയും അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്ന്
അതിന്റെ അടുത്ത പ്രദേശങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കാൻ അയക്കുകയും അങ്ങനെ അവരുടെ ഇവാഞ്ചലിസം നിമിത്തം, സുവിശേഷീകരണ നിമിത്തം സഭ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ കരുതപ്പെടുന്നതും ചരിത്ര പശ്ചാത്തലം വ്യക്തമാക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. എഫെസോസ് എന്ന സ്ഥലത്തിൽ നിന്ന് 160 കിലോമീറ്റർ കിഴക്കായി കൊലോസ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നു. ഇത് ഫ്രുഗ്യ എന്ന സ്ഥലത്തെ ഒരു പട്ടണമാണ്. ഏഷ്യ മൈനർ, അന്നത്തെ കാലത്ത് ഏഷ്യ മൈനർ, ആസിയ എന്ന് പറഞ്ഞാൽ ഇന്ന് അത് ടർക്കിയുടെ ഭാഗമാണ്. തുർക്കിയുടെ ഭാഗമായി ആ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അന്ന് വേദോസം വായിക്കുമ്പോൾ അവിടെ ആസിയയിലുള്ള സഭകൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത് യൂറോപ്പിന്റെ ഭാഗമായിട്ടാണ് നമുക്ക്. എന്നാൽ ഫിലിപ്പിയൻ ചർച്ച് അന്ന് ഇത് യൂറോപ്യൻ മാസിഡോണിയൻ ചർച്ചസ് ആണ്. എന്നാൽ കൊലോസിയ, എഫെസോസ് എന്നീ സഭകള് ഏഷ്യ മൈനർ സഭകളാണ്. അപ്പൊ ഈ ചർച്ചിലേക്ക് അപ്പോസ്തലനായ പൗലോസ് കത്തയക്കുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെ അറിഞ്ഞ് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പം ഇത് സ്ഥിതി ചെയ്ത സ്ഥലം, ഇത് സ്ഥാപിക്കപ്പെട്ട വിധം ഞാൻ പറഞ്ഞല്ലോ. എഫെസോസിൽ അപ്പോസ്തലൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറെ സമയം തനിക്ക് താമസിക്കാൻ കിട്ടിയ ഒരു സ്ഥലമാണ് എഫെസോസ്. അവിടെ വെച്ച് തനിക്ക് ലഭിച്ച ശിഷ്യനായ എപ്പഫ്രാസ്, അദ്ദേഹത്തെ അല്ലെങ്കിൽ തിമോത്തിയെയും കൂടെ കാണാം. എന്നിരുന്നാൽ എപ്പഫ്രോസിനെയാണ് എടുത്തു പറയുന്നത്. അദ്ദേഹം കൊലോസ്യ നഗരത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ പ്രദേശത്ത് പോയി അദ്ദേഹം സുവിശേഷം അറിയിക്കുകയും അവിടെ ദൈവസഭ രൂപപ്പെടുകയും ചെയ്തു. ഇനി അല്ല, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ത് പറയുന്നുണ്ട്? ഫ്രുഗ്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രിജിയ. അപ്പോസ്തല പ്രവൃത്തി 4:10 നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി സ്ഥലങ്ങളെ കുറിച്ച് അവിടെ പറയുമ്പോൾ വളരെ അപ്രസക്തമായി തോന്നുന്ന ഒരു സ്ഥലമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ ഉള്ളവർ എന്ത് കേട്ടിരുന്നു? ആ കാലഘട്ടത്തിൽ സുവിശേഷം കേട്ടിരുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന, യെരൂശലേമിൽ കൂടി വന്ന കൂട്ടത്തിൽ കൊലോസ്യ പട്ടണം അടങ്ങിയിരിക്കുന്ന ദേശമായ ഫ്രിജിയയിൽ അല്ലെങ്കിൽ ഫ്രുഗ്യയിൽ നിന്നുള്ളവർ ഈ സുവിശേഷം കേട്ടു. അവിടെ നിന്നും എന്ത് സംഭവിക്കാം? സുവിശേഷം അവിടേക്ക് എത്തിച്ചേർന്ന് സഭ സ്ഥാപിക്കപ്പെടാം. ഏത് വിധേയമായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ആരാൽ സ്ഥാപിക്കപ്പെട്ടാലും ആര് സുവിശേഷം അറിയിച്ചാലും സന്തോഷത്തിന്റെ വാർത്ത എന്ന് ചോദിച്ചാൽ സഭ കൊലോസ്യയിൽ ഉളവായി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇല്ല. ഇവിടെ ആര് സ്ഥാപിച്ചു, എന്ന് സ്ഥാപിച്ചു എന്നുള്ളതിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നത് അങ്ങനെ ഒരു സഭ കൊലോസ്യ ദേശത്ത് ഉണ്ടായിരുന്നു. അത് ഏഷ്യ മൈനർ ദേശത്ത്, ആസിയയിൽ ഇങ്ങനെ ദൈവസഭ സ്ഥാപിക്കപ്പെടുവാൻ സാധ്യതകൾ ഒന്നുമില്ലായിരുന്ന സ്ഥാനത്ത് സത്യസുവിശേഷത്താൽ വ്യക്തികൾ രൂപാന്തരപ്പെട്ട് സത്യസഭ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അപ്പം കൊലോസ്യ നഗരം ഒരു കാലത്ത് വളരെ എന്താ പറയുക, വലിയ ട്രേഡ് സെന്റർ ആയിരുന്നു, മേജർ സിറ്റി ആയിരുന്നു. പക്ഷെ പൗലോസിന്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അതിന്റെ പ്രതാപമൊക്കെ ക്ഷയിച്ചു. റോമാക്കാര് എല്ലാം അടക്കി വാഴാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുകയും ചെയ്ത ഒരു കാലത്തെ പ്രതാപമൊക്കെ മാറി. കൊലോസ്യ അങ്ങനെ അവിടെ അവർക്ക് വലിയ ബിസിനസ് സെന്ററുകളായിരുന്നു. എന്നാൽ അതിന്റെയൊക്കെ പിൽക്കാലത്ത് അതിനൊക്കെ മാറ്റങ്ങൾ വന്നു. എന്നിരുന്നാലും ആ പ്രദേശത്ത് ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഇനി എപ്പോഴാണ് ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു? ഇത് എഫെസോസിന് അടുത്താണ്, ഇത് ഇപ്രകാരമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് എപ്പോഴാണ് അപ്പോസ്തലൻ ഈ കൊലോസ്യ ലേഖനം എഴുതുന്നത്. നമ്മൾ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് സഭ എപ്പോൾ സ്ഥാപിക്കപ്പെട്ടു, സഭ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതുന്നത് പിന്നെ പിൽക്കാലത്താണല്ലോ. അങ്ങനെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു, വളർന്നു വലുതായി, അവിടെ ആത്മാക്കൾ കർത്താവിന് വേണ്ടി വീണ്ടും വ്യക്തികൾ പ്രയോജനപ്പെടുമ്പോൾ സഭ വളരുമ്പോൾ എന്ത് സംഭവിക്കും? സത്യ ഉപദേശങ്ങൾ പ്രസംഗിക്കപ്പെടുന്നിടത്ത് എന്തിന് സാധ്യതയുണ്ട്? ദുരുപദേശങ്ങൾ കയറിക്കൂടാനുള്ള. അങ്ങനെ ദുരുപദേശങ്ങൾ കയറിക്കൂടുമ്പോൾ അതിനെ പുറത്താക്കുവാൻ ദൈവമക്കൾ അങ്ങനെയുള്ള യാതൊരു മാനുഷികമായ ഉപദേശങ്ങളാൽ വലഞ്ഞ് വിശ്വാസം വിട്ടുഴലാതിരിപ്പാൻ എന്ത് സംഭവിക്കും? വിവരങ്ങൾ അറിയുമ്പോൾ അപ്പോസ്തലന്റെ പ്രത്യേകതയായിരുന്നു അതിന്റെ കാതലായ വിവരം അറിഞ്ഞിട്ട് അതിന് തക്കതായ ദൈവവചന അവർക്ക് നൽകി കൊടുത്ത് ആ വചനത്തിന്റെ വെളിപ്പാട് ആരപ്പം കൊടുക്കും? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അപ്പോസ്തലനായ പൗലോസ് എന്ത് കൊടുക്കും? ദൈവിക വെളിപ്പാട് കൊടുക്കും. നമുക്ക് തന്നെ ഒരു കാര്യം അറിയാമല്ലോ. അതായത് എനിക്ക് വെളിപ്പാട് കിട്ടി എന്നാൽ ഞാൻ കൊലോസ്യർക്ക് ഒരു ലേഖനം എഴുതിയേക്കാം. അങ്ങനല്ല. എനിക്ക് കാരാഗ്രഹത്തിൽ ഞാൻ ആയിരുന്നപ്പം ഞാൻ വലിയൊരു ദർശനം കണ്ടു എന്നാൽ ഞാൻ ഫിലിപ്പിയർക്ക് ഒരു ലേഖനം എഴുതിയേക്കാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയല്ല ലേഖനങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ലേഖനങ്ങളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ
സത്യസഭയെ ദുരുപദേശങ്ങൾ പിടിച്ച് ഉലച്ച് വിശ്വാസക്കപ്പൽ തകർക്കുമെന്ന് തോന്നുമ്പോൾ ഈ വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അടുത്തെത്തുമ്പോൾ അവരുടെ ഹൃദയം ആത്മഭാരത്താൽ നിറയുകയും ഹൃദയവേദനയോടെ മനോവ്യഥയോടെ അവർ ദൈവസ്ഥലിൽ ഇരുന്നു കൊണ്ട് അതിന് പരിഹാരമാർഗം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് എന്ത് ചെയ്യാണ്? അതിനുള്ള ദൈവവചന വെളിപ്പാട് അവർക്ക് കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നമുക്കറിയില്ല എന്തു പറയണം, എന്ത് ചെയ്യണം, എന്ത് പറഞ്ഞാൽ അവർ ആശ്വസിക്കപ്പെടും, എന്ത് പറഞ്ഞാൽ അവർ ആ തെറ്റിൽ നിന്ന് പുറത്തു വരും, എന്ത് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും, നമുക്കറിയില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും അതിനുവേണ്ടി അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? വചനത്തിന്റെ വാതിലുകളെ നമുക്ക് തുറന്നു തരും. ആ വ്യക്തിയെ അവിശ്വാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, സഭയെ ദുരുപദേശത്തിന്റെ പിടിയിൽ നിന്ന് അകറ്റുവാൻ, ആ ദൈവമക്കളെ നിലനിർത്തുവാൻ ആവശ്യമായത് എപ്പോഴാ തരുന്നത്? നാം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. എനിക്ക് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെയും കൂടെ ആവശ്യമാണ്. ആ വ്യക്തി ദൈവസ്ഥിതി നിലനിൽക്കേണ്ടത്, ആ സഭ നിലനിൽക്കേണ്ടത്, ദൈവ ശുശ്രൂഷകർ നിലനിൽക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ലഭിക്കും? അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല പ്രിയരെ, ഈ കാലത്ത് നമുക്കും ദൈവവചനത്തിന്റെ വാതിൽ തുറന്നു തന്ന് വ്യക്തികളെ യഥാസ്ഥാനപ്പെടുത്താൻ, സഭയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അതെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ, അനേകരെ പിടിച്ചു നിർത്തുവാൻ നമ്മെ ഉപയോഗിപ്പാൻ ദൈവശക്തനാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നു അപ്പോസ്തലന്റെ കത്തെഴുത്തുകളെല്ലാം, ലേഖന എല്ലാം എഴുതിയത് അങ്ങനെയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ മിണ്ടാതിരിക്കുകയല്ല, പ്രതിസന്ധിയുടെ നടുവിൽ മിണ്ടാതിരിക്കുകയല്ല, പിന്നെയോ അവരെ ആ സഭയെ ദുരുപദേശത്തെ കുറിച്ച് അവർക്ക് അവബോധം കൊടുത്ത്, മുന്നറിയിപ്പ് കൊടുത്ത്, അതുമാത്രമല്ല എല്ലാ ദുരുപദേശങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയത്തക്ക രീതിയിൽ സഭയുടെ ശിരസ്സായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ മാലിന്യങ്ങൾ എന്തെങ്കിലും അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അത് പാടെ നീങ്ങിപ്പോകുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാട് അവരുമായി പങ്കുവച്ചു. പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ നാം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, നാം മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ എവിടെ തുടങ്ങണം, എന്തു പറയണം നമുക്കറിയില്ലായിരിക്കാം. പക്ഷെ ഒന്നോർത്തണം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴുന്നിടത്തോളം കാലം ക്രിസ്തുവിനെ നമുക്ക് വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ ഏത് ക്ഷീണവും മാറിപ്പോകും, അവരുടെ അസ്ഥിരതയും സ്ഥിരതയായി മാറും. നമുക്ക് അക്കമിട്ട് ഓരോന്നിനും മറുപടി കൊടുക്കാനല്ല അപ്പോസ്തലന്റെ പ്രത്യേകത. ഓരോന്നിനെ പ്രതിരോധിക്കുമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വെളിപ്പാട് അവർക്ക് നൽകി കൊടുക്കുക. ക്രിസ്തുവിന്റെ പൂർണ്ണരൂപ വെളിപ്പാട് കൊടുക്കുമ്പോൾ സഭ നിലനിൽക്കുമെന്ന് അപ്പോസ്തലന് ഉറപ്പുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം സഭയ്ക്ക് കൊടുത്താൽ സഭ സ്നേഹിക്കുമെന്ന് അപ്പോസ്തലന് ഉറപ്പുണ്ട്. ക്രിസ്തുവിന്റെ മാതൃക കൊടുത്താൽ സഭ നേരോടെ ജീവിക്കുമെന്ന് അപ്പോസ്തലന് ഉറപ്പുള്ളത് കൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി വിജയകരമായി. അതാണ് അപ്പോസ്തല ലേഖനങ്ങൾ ഇത്രയും ശ്രേഷ്ഠവും മികവുറ്റതുമാകുവാനുള്ള കാരണം. താൻ ലേഖനങ്ങളിലൂടെ കൈമാറിയത് തന്നെയല്ല, ക്രിസ്തുവിനെയാണ്. താൻ ലേഖനങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് തന്റെ ശുശ്രൂഷയോ തന്റെ മഹത്വവും അല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ശുശ്രൂഷയും ക്രിസ്തുവിന്റെ നിയോഗവും ദൈവത്തിന്റെ മഹത്വവുമാണ്. നാം എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രതിസന്ധിയിലായിരിക്കുന്ന, പ്രയാസങ്ങളിലായിരിക്കുന്ന, അതെ ധർമ്മസങ്കടത്തിലായിരിക്കുന്ന, ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന, അവിശ്വാസത്തിലായിരിക്കുന്ന, പിന്മാറ്റത്തിലായിരിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന, ദുരുപദേശങ്ങളാൽ സംശയിക്കപ്പെടുന്നവരുടെ അടുത്തേക്ക് ദൈവം നമ്മളെ അയക്കുമ്പോൾ, അവരെ നമ്മുടെ അടുത്തേക്ക് അയക്കുമ്പോൾ നമ്മൾ ആരെ കൊടുത്താണ് ഇതിന് പരിഹാരം കാണുന്നത്? നമ്മൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നത്? എന്റെ ശുശ്രൂഷ, എന്റെ മഹത്വം, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞല്ല നമ്മൾ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം ഇടയാക്കുന്ന, മറിച്ച് നാം ക്രിസ്തുവിനെ അവർക്ക് കൈമാറാൻ കഴിഞ്ഞാൽ, അവന്റെ വെളിപ്പാട് നൽകി കൊടുക്കാൻ കഴിഞ്ഞാൽ, വചനത്തിന്റെ വാതിൽ ദൈവം തുറന്നു വരുമ്പോൾ ആ ദൈവവചനത്തിന്റെ സത്യങ്ങളെ പങ്കുവെക്കുവാൻ നാം തയ്യാറായാൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ എന്താ പറയണ്ടേ, സമ്മർദ്ദം നിറഞ്ഞ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ അപ്പോസ്തലൻ തന്റെ കാരാഗ്രഹ വാസത്തിൽ എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. എഫെസ് ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം, ഇതെല്ലാം റോമൻ കാരാഗ്രഹത്തിൽ ഇങ്ങനെയാണ് കരുതപ്പെടുന്നത്. റോമൻ കാരാഗ്രഹം എന്ന് പറയുമ്പോൾ അതായത് ഒരു സെല്ലിനകത്തല്ല, മറിച്ച് വീട്ടുതടങ്കൽ, കരുതൽ തടങ്കലിൽ തന്നെ ഏകദേശം 2 വർഷത്തോളം ആക്കി വെച്ചു. എന്തിനു വേണ്ടിയും ചോദിച്ചാൽ, ചക്രവർത്തിയായ കൈസരുടെ വിചാരണ, ട്രയൽ നടക്കണം. ആ വിചാരണയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി തന്നെ ആക്കി വെച്ചപ്പോൾ എന്ത് ഗുണമുണ്ടായെന്നറിയാമോ? കരുതൽ തടങ്കലിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സാമ്രാജ്യത്തിന്റെ മറ്റു ഭാഗത്തുള്ള
ക്രിസ്തുവിന്റെ അനുയായികളുമായിട്ട് ഇടപെടുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് കത്തുകളിലൂടെ സന്ദേശം എഴുതുന്നതിനുമുള്ള സൗകര്യം ലഭിച്ചിരുന്നു. അവിടെ അദ്ദേഹത്തെ സന്ദർശകരെ അനുവദിച്ചിരുന്നു. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അത് അറിയാം. അപ്പൊ കാരാഗ്രഹ ലേഖനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, എവിടെയാണ് അദ്ദേഹം കരുതൽ തടങ്കലിലാണ്. റോമൻ കാരാഗ്രഹത്തിലേക്ക് വിചാരണ തടവുകാരനായി കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഒരു കരുതൽ തടങ്കൽ കൊടുത്തിട്ട് അവിടെ പടയാളികൾ കാവലുണ്ട്. എന്നാൽ തനിക്ക് എന്ത് ലഭിച്ചിരുന്നു? ക്രിസ്തുവിന്റെ അനുയായികളുമായി സംവാദിപ്പാനും അല്ലെങ്കിൽ യഹൂദന്മാർ കടന്നു വരുന്നവരോട് സുവിശേഷം സംസാരിപ്പാനും യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളും കത്തുകൾ എഴുതി വിശ്വസ്തരായവരുടെ കയ്യിൽ ഭരമേൽപ്പിച്ച് അവരെ ആ ഇടങ്ങളിലേക്ക് അയക്കുവാനുള്ള സൗകര്യം ചില കാലത്തേക്ക് അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചിരുന്നു. അതായത് തന്റെ ഒന്നാമത്തെ തടവായിരുന്നു അത്. അതായത് ഫിലിപ്പി ലേഖനത്തിൽ ഒരു ദിവസത്തെ തടവിനെ കുറിച്ചല്ല പറയണേ, റോമ ദേശത്തേക്ക് കടന്നു വന്ന് യെരൂശലേമിൽ ഉണ്ടായ വലിയ കലാപത്തിന്റെ അനന്തര ഫലമായി ഫെസ്തോസ്, ഫെലിക്സ്, അഗ്രിപ്പ രാജാവ്, ഈ 3 അധികാരികളുടെ മുൻപിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ട് ഒടുവിൽ അപ്പോസ്തലൻ എന്ത് പറയുകയാണ്? ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറെ നാൾ കഴിഞ്ഞു യെരൂശലേമിൽ. എന്നിട്ട് അവിടെ നിന്ന് അവർ കപ്പൽ വഴി എവിടേക്ക് അയക്കുകയാണ്? റോമയിലേക്ക് അയക്കുകയാണ്. ആ കപ്പൽ യാത്രയാണ് എന്ത് സംഭവിക്കുന്നത്? കപ്പൽ ഛേദം സംഭവിക്കുന്നു, വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ദൈവം അവിടെ രക്ഷിക്കുന്നു. അങ്ങനെ അപ്പോസ്തലനും വലിയ ഉറപ്പുണ്ട്, ഞാൻ കൈസറുടെ മുമ്പിലും എന്റെ യേശുവിനെ സാക്ഷിക്കേണ്ടതാകുന്നു എന്നുള്ള ക്ലേശങ്ങളുടെ നടുവിലും. നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് ക്ലേശങ്ങളുടെ നടുവിലൊരു വാഗ്ദത്തം നമ്മൾ ഏറ്റെടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു പക്ഷേ കപ്പൽ ഛേദം വന്നാൽ ഞാൻ ഇവിടെ എത്താതിരിക്കാനായിരിക്കും, എന്നെ രക്ഷിക്കാനായിരിക്കും, ഷോർട്ട് ടേം. പക്ഷെ അപ്പോസ്തലൻ അങ്ങനെയല്ല. ഞാൻ കൈസറെ അഭയം ചൊല്ലിയെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ട്. അതിനും ദൈവം നാം മഹത്വപ്പെട്ടു, സുവിശേഷം അവിടെയും എത്തിച്ചേരുമെന്നുള്ള ഉറപ്പുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് കാനഡയിൽ അഭയം പ്രാപിക്കുന്ന കാര്യത്തിലും അമേരിക്കയിൽ അഭയം പ്രാപിക്കുന്ന കാര്യത്തിലും UK അഭയം പ്രാപിക്കുന്ന കാര്യത്തിൽ വാഗ്ദത്തങ്ങളെ ആൾക്കാര് ഏറ്റെടുക്കത്തുള്ളൂ. അല്ലാതെ കൈസറെ അഭയം ചൊല്ലിയിട്ട് എന്നെ കൈസറുടെ മുമ്പിൽ നിർത്താൻ ദൈവം ശക്തനാണെന്ന് ചിന്തിക്കുന്നവരെന്ന് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ വിരളമാണ്. ഞാൻ എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാനഡയിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തമായ ആലോചനയുണ്ട്, അതിങ്ങനെ കാണിച്ചതാണ്. അല്ലെങ്കിൽ ഇന്ന് ഓസ്ട്രേലിയ ആണല്ലോ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വാഗ്ദത്ത ഭൂമി എന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറം ഇനി ഭൂമിയിൽ ഇല്ലാത്ത. അപ്പൊ അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ട് ഓസ്ട്രേലിയ അമേരിക്കയാണ് ദൈവമക്കൾ അതിനു വേണ്ടി. പക്ഷെ അപ്പോസ്തലൻ അങ്ങനെയല്ലായിരുന്നു. അപ്പോസ്തലൻ പറഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാം, കൈസറെ അഭയം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ കൈസറുടെ മുമ്പിൽ എന്നെ സാക്ഷിയായി നിർത്തേണ്ട ദൈവമാണ്, അതുകൊണ്ട് ദൈവം നിർത്താൻ ശക്തനാണ്. അതുകൊണ്ട് ഈ കപ്പൽ ഛേദത്തില് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ദോഷവും എന്നെ കൈസറുടെ അടുത്ത് കൊണ്ടുപോകാൻ എന്നെ രക്ഷിച്ച് എന്നെ ഫ്രീ ആക്കുന്ന ആ ഒരു വാഗ്ദത്തത്തിലേക്കല്ല അപ്പോസ്തലൻ കയറി പിടിക്കുന്നത്. അത് ദൈവം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോസ്തലന്റെ ഒന്നാമത്തെ തടവിൽ ഞാൻ പറഞ്ഞല്ലോ, യെരൂശലേമിൽ ഞാനത് പല പ്രാവശ്യം പല ലേഖനങ്ങൾ എടുത്തപ്പം പറഞ്ഞിട്ടുണ്ട്. കാരാഗ്രഹ ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലമാണത്. എങ്ങനെ അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായി? എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ, എഫെസോസിലെ ശുശ്രൂഷയ്ക്ക് ശേഷം സമാഹാരമൊക്കെ നടത്തി, ധനശേഖരണമൊക്കെ നടത്തി താൻ യെരൂശലേമിലേക്ക് വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ചിലർ പറഞ്ഞു. യഹൂദന്മാരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അവസാനം അത് പ്രീതിപ്പെടുത്തുന്നതിന് പകരം അത് വലിയ കലാപമായി മാറി. താൻ യവനന്മാരെ കൊണ്ടുവന്ന് യെരൂശലേം ദേവാലയം മലിനമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജനസമൂഹം തനിക്ക് നേരെ എഴുന്നേറ്റ് തന്നെ വലിച്ചു കീറി കൊല്ലുവാൻ തിരമ്പിയപ്പോൾ അവിടെ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ടുപോയി കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ തൊട്ട് വിചാരണകൾ ആരാണ് അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ നമുക്ക് വ്യക്തമായി വായിക്കാൻ പറ്റും. അങ്ങനെ വിചാരണകൾ നടന്നു. ഒടുവിൽ താൻ എന്ത് ചെയ്യുകയാണ്? കൈസറെ അഭയം ചൊല്ലി ഒടുവിൽ കപ്പലൊക്കെ യാത്ര ചെയ്ത് അപകടങ്ങൾ നടന്നു വെലിത്തയിലെത്തി. അവിടുന്ന് വീണ്ടും എവിടെ എത്തുകയാണ്? റോമാ ദേശത്തേക്ക് എത്തി. അങ്ങനെയാണ് റോമാ ദേശത്ത് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ കരുതൽ തടങ്കലിലാക്കി. കാരണം തനിക്ക് എന്ത് ലഭിക്കണം? ട്രയലിനുള്ള ഡേറ്റ് കിട്ടണം. കൈസറുടെ മുമ്പിൽ വിചാരണയ്ക്കുള്ള സമയം എടുക്കും. ആ സമയം എടുക്കുന്നവരെ അപ്പോസ്തലൻ ദൈവം എന്ത് ചെയ്തു? കരുണ ചൊരിഞ്ഞു. അനേക യഹൂദന്മാർ അവിടെ വന്നു, അനേകം പ്രിയപ്പെട്ടു. അവിടെയും തന്റെ മിനിസ്ട്രിക്ക് ഭംഗം വരാതെ, തന്റെ നിയോഗങ്ങൾക്ക് തടങ്കലിടാതെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും തന്റെ ഏറ്റവും മികവുറ്റ ലേഖനങ്ങൾ എഴുതുവാൻ ആ കരുതൽ തടങ്കലിൽ വെച്ച് അപ്പോസ്തലന് ദൈവം കൃപ ചെയ്തു. താൻ ആയിരിക്കുന്ന അവസ്ഥ അത്ര സുഖകരമല്ലെങ്കിലും തന്നിൽ നിന്ന് പുറപ്പെടുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ്. എന്റെ പ്രിയരെ, നാമും ആയിരിക്കുന്ന അവസ്ഥയും അനുഭവങ്ങളും ഒരുപക്ഷെ അത്ര സുഖകരമല്ലായിരിക്കും. പക്ഷെ ചോദ്യം അതല്ല, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എത്ര പ്രയോജനമുള്ളതാണ്. നമ്മുടെ സാഹചര്യവും മോശമോ ഫലവും മോശമാണോ? ദാറ്റ് മീൻസ് സംതിങ് ഇസ് റോങ്.
എന്തോ കുഴപ്പമുണ്ട്, എന്റെ സാഹചര്യവും മോശമാ, എനിക്ക് ഫലവും മോശമാണ്. പക്ഷെ അപ്പോസ്തലന്മാർ അവര് പറയും, ക്രിസ്തുവിനോട് ചോദിച്ചാൽ ലോകത്ത് തന്റെ ഭക്തന്മാർ പറയും, ഞങ്ങളുടെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല, പക്ഷെ ഞങ്ങൾ ഇന്ന് പുറപ്പെടുന്ന ഫലം അത് ശ്രേഷ്ഠമാണ്, അനേകർക്ക് അത് പ്രയോജനം ചെയ്യും. അത് കപ്പൽ ഛേദം വന്നാലും അവിടെ ദൈവനാമം ഉയർത്തപ്പെടുന്നു. മെലിത്തയിലെത്തി അണലി കയറി കയ്യെ ചുറ്റി, മാൾട്ടാ ദ്വീപിലെത്തി അണലി കയറി കയ്യെ ചുറ്റി, ഇപ്പൊ മരിച്ചു വീഴുമെന്ന് കരുതി അവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പ്രവൃത്തിയും അതേ തന്നിലൂടെയുള്ള കൃപയും കൃപാവരവും ജ്വലിക്കപ്പെടുന്നു. അപ്പൊ തടവോ ബന്ധനങ്ങളോ ക്ലേശങ്ങളോ വിചാരണകളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ അപമാനങ്ങളോ ദുർവർത്തമാനങ്ങളോ അപവാദങ്ങളോ തന്റെ ശുശ്രൂഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നില്ല. അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, പഴയ നിയമം എടുത്തു നോക്കിയാലല്ല, പഴയ നിയമം കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ യോസേഫിനെ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാകും. അവിടെ കാണും, താൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും തന്റെ കൃപാവരം ജ്വലിക്കുന്നതിനൊരു തടസ്സം ഉണ്ടായില്ല. എന്റെ പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠമാണോ, ധന്യമാണോ, അനുഗ്രഹപ്രദമാണോ എന്നൊക്കെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ആൾക്കാർ നോക്കി പറയുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാമും നമ്മളെ വിധി എഴുതുകയാണോ? പുറത്തുള്ളവർ വിധി എഴുതട്ടെ, നാം അതിന് ആമേൻ പറയുകയാണോ? അതോ ന്മാരെ പോലെ പൂർവ്വപിതാക്കന്മാരെ പോലെ നമ്മുടെ കർത്താവിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിന് അനുകൂലമായതും പ്രയോജനമായതും ദൈവസഭയ്ക്ക് ഗുണമുള്ളതും എന്തെങ്കിലും പുറപ്പെടുന്നുണ്ടോ? സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഫലം കായ്ക്കുന്നവർ, ഉഷ്ണകാലത്തും വാടാത്തവർ, വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർ. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ എവിടെ എത്തി? തന്റെ ഒന്നാമത്തെ കാരാഗൃഹവാസത്തിലേക്ക് എത്തുകയാണ്. അത് കരുതൽ തടങ്കലാണ്, വീട്ടു തടങ്കലാണ്. അവിടെ തനിക്ക് ഈ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. അത് ലഭിച്ചപ്പോൾ അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ എഴുതുന്ന ലേഖനങ്ങളാണ് ഫിലിപ്പി ലേഖനം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ ഫിലമോന് എഴുതിയ ലേഖനം. ഈ തടവിൽ വെച്ച് തനിക്ക് ഒനോസിമോസിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുവാ? ഉപയോഗമുള്ളവനെന്ന് പേരിന് അർത്ഥമുള്ള ഒനോസിമോസ് എന്ന അടിമ ദാസൻ ഉപയോഗമില്ലാത്തവനായി, മോഷ്ടാവായി കാരാഗൃഹത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയാം, കൃപയാൽ ഒനോസിമോസിന് ആരെ കാണാൻ പറ്റി? അപ്പോസ്തലനായ പൗലോസുമായി കൂടിക്കാഴ്ച ഉണ്ടായി. ആ കൂടിക്കാഴ്ച തന്റെ പേരിന്റെ അർത്ഥം പോലെ തന്നെ തന്റെ ജീവിതത്തിന്റെ അർത്ഥവും മാറ്റി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, പലരുടെയും പേര് എത്ര വലിയ അർത്ഥത്തിൽ ഇട്ടാലും പെരുമാറ്റം, സ്വഭാവം, ജീവിതത്തിന് അർത്ഥമില്ലെങ്കിൽ പേരുകൊണ്ട് ഒരർത്ഥവുമില്ല. ഉപയോഗമുള്ളവനെന്ന അർത്ഥമുള്ള പേരുള്ള ഒനോസിമോസിനെ, പ്രയോജനമുള്ളവൻ എന്നുള്ളവനെ പ്രയോജനമില്ലാത്തവനായ മനുഷ്യനെ വീണ്ടും അവന്റെ പേരിന്റെ അർത്ഥമുള്ള ഉപയോഗമുള്ളവനാക്കി മാറ്റുവാൻ ഈ കാരാഗൃഹവാസത്തിലെ കൂട്ടിമുട്ടൽ കൂടിക്കാഴ്ച ഇടയായി. അങ്ങനെ ഒനോസിമോസ് ഗുണമുള്ളവനായി എവിടേക്ക് പോകുന്നത്? തന്റെ യജമാനനായ ഫിലമോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഫിലമോനോട് ഒരു കത്തെഴുതുന്നതാണ് ഫിലമോൻ എഴുതിയ ലേഖനം. തന്റെ ധനം മോഷ്ടിച്ചു എന്ന് കരുതപ്പെടുന്നു. അവിടെ സമാഹരിച്ച ധനം ഒനോസിമോസ് മോഷ്ടിച്ചു, അല്ലെങ്കിൽ യജമാനന്റെ എന്തോ താൻ മോഷ്ടിച്ചു, താൻ എന്തോ വഞ്ചന, ചതിവ് തന്നോട് കാണിച്ചു. തന്റെ യജമാൻ ഒരിക്കലും തന്നെ സ്വീകരിക്കത്തില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം മറ്റുള്ളവരാൽ സ്വീകരിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നുണ്ടല്ലോ, നമ്മുടെ വാചാലത കൊണ്ടും വാക്സാമർത്ഥ്യം കൊണ്ടുമല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരമാണ് മറ്റുള്ള ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്ന സ്ഥാനം. മറ്റുള്ള ഹൃദയത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് അതേ സ്വാധീനം ഉളവാക്കുന്ന ഒരു വ്യക്തിയായി തീരണമെങ്കിൽ നമ്മുടെ വാക്ചാതുര്യം കൊണ്ടല്ല, നമ്മുടെ സ്വാമർത്ഥ്യം കൊണ്ടല്ല, സൗന്ദര്യം കൊണ്ടല്ല, നമ്മുടെ ആകാര വടിവ് കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസവും ജോലിയുടെ ശ്രേഷ്ഠത കൊണ്ടുമല്ല നാം ഒരുവന്റെ ഹൃദയത്തിൽ കയറിപ്പറ്റുന്ന, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ സുവിശേഷ നിമിത്തം നമുക്കുണ്ടാകുന്ന രൂപാന്തരവും നാം പുറപ്പെടുവിക്കുന്ന ഫലവുമാണ് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന മാർഗം.
അതിനിന്ന് മനുഷ്യൻ തീരെ വില കൊടുക്കുന്നില്ല. മറിച്ച് ഏറ്റവും നല്ല ഡ്രസ് ഇട്ട്, ഏറ്റവും നല്ല പേഴ്സണാലിറ്റി കാണിച്ച്, ഏറ്റവും നല്ല ഇംപ്രസീവായി ഈ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു 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 പേഴ്സണാലിറ്റിയുടെ, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ഡെവലപ്പ് ചെയ്ത് അതിനുള്ള ഔട്ട്ഫിറ്റുകൾ കരുതി അങ്ങനെ ചെന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കാവുന്ന ഇന്നത്തെ പേരിനുള്ള സുവിശേഷകർ, വെറും പേര് കൊണ്ട് മാത്രം ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് ധൈര്യസമേതം പറയണം, ഞങ്ങൾ ഞങ്ങളുടെ ഔട്ട്വേർഡ് അപ്പിയറൻസിലല്ല, ബാഹ്യമായ രൂപത്തിലും അവതരണത്തിലുമല്ല, മറിച്ച് ഞങ്ങളുടെ ആന്തരിക സൗന്ദര്യം കൊണ്ട്, ഞങ്ങളുടെ ആന്തരിക രൂപാന്തരം കൊണ്ട്, അവിടെ നിന്ന് പുറപ്പെടുന്ന ഫലം കൊണ്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചില ഹൃദയത്തിൽ കയറിപ്പറ്റും, ചിലരെ ഞങ്ങൾ സ്വാധീനിക്കും, ചില മേഖലകളിൽ ദൈവം ഞങ്ങൾക്ക് വാതിൽ തുറക്കും. ആന്തരിക സൗന്ദര്യം സുവിശേഷ നിമിത്തം, ക്രിസ്തു നിമിത്തം നമുക്കുണ്ടാകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു തരത്തിലും ഒരു യജമാനൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത തന്റെ അവിശ്വസ്തദാസനെ സുവിശേഷ നിമിത്തം രൂപാന്തരപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ കയ്യിൽ തന്നെ, ഒനോസിമോസിന്റെ കയ്യിൽ തന്നെ കത്തെഴുതിയിട്ട് പറഞ്ഞു, ധൈര്യമായി നീ പോയി ഇത് കൊടുത്താൽ മതി, നിന്നെ വിശ്വസിക്കത്തില്ലായിരിക്കുമ്പോ എന്നെ വിശ്വസിക്കും, എന്നെ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് നീ ജീവിച്ചു കാണിച്ചാൽ മതി, നിന്നെ വിശ്വസിച്ചോളൂ. പൗലോസ് ഒരു വാക്ക് പറഞ്ഞാൽ ഫിലോമോന് നോ പറയാൻ പറ്റത്തില്ല. ഈ ഒനോസിമോസ് എവിടെയുള്ള ആളായിരുന്നു? കൊലോസ്യ സഭയിലുള്ള ആളായിരുന്നു, കൊലോസ്യ ദേശത്തു നിന്നുള്ള ആളായിരുന്നു ഒനോസിമോസ്. എപ്പഫ്രോസ് കൊലോസ്യ ദേശത്തുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഫിലോമോന്റെ വീട്ടിലെ സഭയ്ക്ക് വന്ദനം പറയുമ്പോൾ, ഫിലോമോൻ ഒരു ധനവാനായ മനുഷ്യനാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സഭയ്ക്ക് തന്റെ വീട് തുറന്നു കൊടുത്ത മനുഷ്യന്. കൊലോസ്യ സഭ അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കാം, അല്ല പിന്നീട് മറ്റിടത്തേക്ക് മാറിക്കാണാം, നമുക്കത് അറിയില്ല. ഒരു കാര്യം സത്യമാണ്, ഫിലോമോനും ഒനോസിമോസും ഒക്കെ കൊലോസ്യയിലുള്ളവരായി. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒന്നാം കാരാഗ്രഹവാസമായി റോമിലേക്ക് വരുമ്പോൾ, അവിടെ ലഭിച്ച സമയത്ത് എഫെസോസിലെ പ്രശ്നങ്ങൾ തന്റെ അടുത്തെത്തുന്നു, ഫിലിപ്പിയരുടെ വിഷയങ്ങൾ എത്തുന്നു. ഇതാ കൊലോസ്യ സഭ നേരിടുന്ന ചില വിഷയങ്ങൾ എപ്പഫ്രോസ് എന്ന ദൈവദാസൻ തന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടിയാണ് കൊലോസ്യർക്ക് എഴുതിയ ഏകദേശം AD 62 അല്ലെങ്കിൽ 60-നും 63-നും ഇടയ്ക്ക്, AD 60-നും 63-നും അല്ലെങ്കിൽ 62-ൽ എഴുതിയെന്ന് കരുതപ്പെടുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അപ്പോസ്തലൻ ഈ കാരാഗ്രഹവാസത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടു. എന്റെ മനസ്സിലെ വലിയൊരു ഡൗട്ടായിരുന്നു അത്. ഈ ലേഖനമൊക്കെ എഴുതി അത് കഴിഞ്ഞ് താൻ കൊല്ലപ്പെടുന്ന ഈ കാരാഗ്രഹവാസമാണ്. അല്ല, തനിക്ക് റിലീസ് കിട്ടുന്നുണ്ട്. കൈസറിലെ എന്താ പറയണ്ടേ, കൈസറുടെ അരമനയിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലും. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ, അപ്പൊ കൈസറുടെ അരമനയിലും ക്രിസ്തുവിന്റെ സുവിശേഷം എത്തി, സഹോദരന്മാരെ വന്ദനം പറയത്തക്ക രീതിയിൽ ആൾക്കാരോടുണ്ടായി, ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്തു, വിചാരണ നടന്നു. അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്ന് മോചിക്കപ്പെട്ടു, തനിക്ക് റിലീസ് കിട്ടി. റിലീസ് കിട്ടിക്കഴിഞ്ഞ് നീറോ ചക്രവർത്തിയുടെ കാലത്ത് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമാണ്. നീറോ എന്ത് ചെയ്യുകയാണ്? തനിക്ക് തന്നെ ക്രിസ്തു വിരോധി ആയിരുന്നത്, ക്രിസ്ത്യാനികളെ വെറുക്കുന്ന ഒരാളാണ്. നമുക്കറിയാം നീറോ ചെയ്ത ദുഷ്പ്രവർത്തി, ആ റോമാ നഗരം കത്തിച്ചിട്ട് താന് വീണ വായിച്ച് അതിൽ ആനന്ദിച്ച് നീറോയാണ് ഇത് കത്തിച്ചതെന്ന് തന്റെ പേരിൽ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യുകയാണ്? ക്രിസ്ത്യാനികളെ ആ കുറ്റം ചുമത്തുകയാ. എന്താ അങ്ങനെ ചുമത്താൻ കാര്യം? കാരണം ക്രിസ്ത്യാനികൾ മറ്റൊരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായതുകൊണ്ട്, അവരുടെ മശിഹ യേശു ആയതുകൊണ്ട്, അവർ ദൈവരാജ്യം പ്രസംഗിക്കുന്നവരായതുകൊണ്ട് വേഗത്തിൽ ആൾക്കാർ വിശ്വസിക്കും അവർ ഇത് ചെയ്തു എന്ന് പറയും. കാരണം അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട്, അവർക്ക് വലിയ ആൾക്കാർ പിടിപാടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ദുഷ്പ്രചരണം നടത്തി. എന്ത് സംഭവിച്ചു? ക്രിസ്ത്യാനികളാണ് ഈ നഗരം കത്തിച്ചതെന്ന് പറഞ്ഞ് അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ പീഡനമുണ്ടായി. ആ സമയത്ത് എഴുതുന്നതാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനം. ആ സമയത്ത് എഴുതുന്ന ലേഖനമാണ്. ഞാനിത് പറയാൻ കാര്യം എന്നു ചോദിച്ചാൽ, അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളുടെ ലീഡറായ ഈ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും തടവിലാക്കപ്പെട്ടു.
നമ്മൾ ഈ എഴുതുന്ന ലേഖന പശ്ചാത്തലത്തിൽ പത്രോസ് ആയിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് തന്നെ റിലീസ് ചെയ്ത് പുറത്തുപോയി. എന്നാൽ വീണ്ടും നീറോയുടെ ദുഷ്പ്രചരണവും അതെ ആ ക്രൂരതയും നിമിത്തം അങ്ങനെയാണ് നമ്മൾ വേദോത്സവത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ ചില ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതും ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന ഉദ്യാനങ്ങളിൽ വിളക്കായി കത്തിക്കുകയും മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയും മരത്തിൽ 2 കാലുകൾ കെട്ടിയിട്ട് വലിച്ചു കീറുകയും ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട ആ കാലത്തിൽ എന്ത് സംഭവിക്കുകയാണ്? അതെ ക്രിസ്ത്യാനികളുടെ അതേ ലീഡറായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ നീറോ തടവിലാക്കി. ആ തടവിൽ ആയിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? തനിക്ക് പിന്നീട് പുറത്തു വരാൻ കഴിഞ്ഞില്ല. താൻ ആർക്ക് ലേഖനം എഴുതുന്നുണ്ട്? തിമോഥെയോസിന് ലേഖനം എഴുതുന്നുണ്ട്. അത് തന്റെ അവസാന ലേഖനമാണ്. നീ എന്റെ വസ്ത്രങ്ങളും ചർമ്മ ലിഖിതങ്ങളും കൊണ്ടുവരാ, പുസ്തകം കൊണ്ടുവരാനൊക്കെ പറഞ്ഞ് അത് എത്തുന്നതിന് മുമ്പേ താൻ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. താൻ ദിഹഡായി തന്റെ ശിരസ് അറത്ത് തന്നെ നീറോ കൊല്ലുകയാണ്. കൈസർ എന്നുള്ളത് അവരുടെ സ്ഥാനപ്പേരാണ്. നീറോ ആയിരുന്നു അന്നത്തെ സാമ്രാജ്യ തലവൻ, ചക്രവർത്തി. അപ്പൊ നമ്മൾ ഈ വായിക്കുന്ന ലേഖന കാര്യങ്ങൾ വായിക്കുമ്പോൾ ഈ 1-ാം തടവിലായിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യ ലേഖനം എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസ് അത് കഴിഞ്ഞ് റിലീസായെന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഏകദേശം അതിന്റെ പശ്ചാത്തലം ഞാൻ ഒരു പരിധി വരെ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതുന്നത് AD 62 അല്ലെങ്കിൽ 60-നും 63-നും ഇടയ്ക്കാണ് ഇത് എഴുതുന്നത്. ഇനി ഇതിന്റെ പ്രധാനമായ ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് ഇത് എഴുതുന്നതെന്ന് ചോദിച്ചാൽ അതൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-2 കാര്യങ്ങൾ അതിന് പ്രധാനമായിട്ടുണ്ട്. കൊലോസിലുള്ള വിശ്വാസ സമൂഹം വളരെ ശക്തി പ്രാപിച്ചു വരികയാണ്, വളർന്നുകൊണ്ടിരിക്കുക. ഇതാ എപ്പഫ്രോസ് പൗലോസിനെ അറിയിച്ചു. എന്നാൽ ഒരു സംഭവം അവിടെ നടന്നു. മറ്റിടങ്ങളിൽ സംഭവിച്ചതുപോലെ പൗലോസിന് തിരുത്തേണ്ടി വന്ന പോലുള്ള ചില ദുസ്സാധീനങ്ങൾ അവർക്കിടയിലും പ്രചരിച്ചു. എന്താണത്? കൊലോസ്യ വിശ്വാസികളെല്ലാം മിക്കവരും യഹൂദരല്ലാത്തവരാണ്. ഗലാത്യയിലുള്ള വിശ്വാസികൾ അനുഭവിച്ചതുപോലെ തന്നെ അവിടെയും പ്രശ്നമുണ്ടായി. എന്താ? പരിച്ഛേദനം, ഭക്ഷണക്രമം, ആഹാരക്രമം, ശബത്ത്, ഉത്സവങ്ങൾ എന്നിവ യഹൂദ മര്യാദ പ്രകാരം യഹൂദരല്ലാത്ത വിശ്വാസത്തിൽ വന്നവരും ആചരിക്കുന്നതിന് നിർബന്ധം ഉണ്ടായി. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ടായി. ജ്ഞാനവാദം. എസ്സേന്യർ എന്ന് പറഞ്ഞൊരു കൂട്ടം ഉണ്ടായിരുന്നു. എസ്സേന്യർ അവരാരാന്ന് ചോദിച്ചാൽ ഭയങ്കര കൊലോസ്യയിൽ ഉണ്ടായിരുന്നവരാ. ജ്ഞാനം, ഞങ്ങളാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ ജ്ഞാനികൾ. വാദത്തിന്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സഭയിലേക്ക് എന്തുകൂടെ കടന്നു വന്നറിയാമോ? എന്തുകൂടെ കടന്നു വന്ന് ചോദിച്ചാൽ, ക്രിസ്തു പൂർണ്ണ ദൈവമല്ല, ക്രിസ്തു മനുഷ്യനായി അവതരിച്ചില്ല, അല്ലെങ്കിൽ ഇതിനപ്പുറമായ മാർമികമായ കാര്യങ്ങളുണ്ട്, ഇതിനപ്പുറമായ അതായത് സുപ്രീം അതോറിറ്റി ക്രൈസ്റ്റ് അല്ല, ക്രൈസ്റ്റിനു മുകളിലും അതീവവും അതിമാർമികമായ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ജ്ഞാനവാദം കൂടെ സഭയിലേക്ക്. ആ സമ്പൂർണ്ണ രക്ഷയോട് ചിലതുകൂടെ കൂട്ടിച്ചേർത്ത് സഭയെ കുറച്ചും കൂടെ ഹയർ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദുസ്വാധീനം. ലോ സ്റ്റാൻഡേർഡ് അല്ല കേട്ടോ, അങ്ങനെയാണല്ലോ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. വളരെ ശക്തമായി വിശ്വാസത്തിൽ നിൽക്കുന്ന വിശ്വാസ സമൂഹമായ കൊലോസ്യ സഭയിലേക്ക് രക്ഷയുടെ സമ്പൂർണത കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ എന്ത് വരണം? ദൂതന്മാരെ കൂടെ ആരാധിക്കണം. നമ്മൾ യഹൂദരല്ലെങ്കിലും യഹൂദന്മാരുടെ ആചാരം കൂടെ നമ്മൾ അനുഷ്ഠിക്കണം. പിന്നെ തന്നെയല്ല, മാർമികമായ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് വെളിപ്പാടിലൂടെ പ്രാപിക്കണം.
ക്രിസ്തു ദൈവമല്ല, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരാളാണ് എന്നുള്ളതും കൂടെ വരുത്തിയിട്ട് ഇതിനേക്കാളും ഹയർ സ്റ്റാൻഡേർഡിൽ പോണം. ആ ഹയർ സ്റ്റാൻഡേർഡിൽ പോണമെങ്കിൽ ഇതും കൂടെ ഒക്കെ ചെയ്യണമെന്നുള്ള ആ ദുസ്വാധീനം സഭയ്ക്കകത്ത് കടന്നപ്പോൾ എപ്പഫ്രോസ്, സഭയുടെ ലീഡറായ, സഭയെ ആ സഭ സ്ഥാപിക്കുവാൻ കാരണക്കാരനായ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? എവിടേക്ക്? ഈ വിവരവുമായ അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കലേക്ക് വളരെ ശക്തമായി വിശ്വാസം ഉറച്ചു നിൽക്കുന്ന സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ വരുമോ? ഹെറസികൾ എന്താണ് അതിനകത്ത്? എന്തൊക്കെയാ ചേർന്ന് ചോദിച്ചാൽ, മിക്സ്ചർ ഓഫ് ഐഡിയാസ്. ഒരു ഹയർ ഫോമിലേക്ക് ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടുപോകുന്ന ജ്ഞാനവാദികൾ സഭയ്ക്കകത്തൂടെ നുഴഞ്ഞു കിടന്നു. തീർച്ചയായിട്ടും SANDൽ നിന്നുള്ളവരും സഭയ്ക്കകത്ത് വന്നു കാണും. വ്യത്യസ്ത ആൾക്കാരാണല്ലോ രക്ഷിക്കപ്പെട്ട് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ, അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ ഓർക്കും എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം. 15 തൊട്ടുള്ള വാക്യങ്ങൾ, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. നമുക്ക് പശ്ചാത്തലം അറിയാത്തതുകൊണ്ട് നമ്മൾ ഓർക്കും അപ്പോസ്തലൻ എന്തിനാ ക്രിസ്തു പെട്ടെന്ന് ആർക്ക് സഭയ്ക്ക് അറിയത്തില്ലേ? ക്രിസ്തു സർവ സൃഷ്ടികളുടെയും ആദ്യജാതനാണ്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. 1:15 തൊട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് പറയുകയാണ്, അതെ, അവൻ താൻ മുമ്പനാകണമെന്ന് ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റതുമാകുന്നു. 20-ാം വാക്യം, അവന് സർവ്വസമ്പൂർണ്ണതയിൽ വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് തന്നെ ധരിപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇങ്ങോട്ട് നമ്മൾ എന്താണ് പറയാൻ കാര്യം ചോദിച്ചാൽ, ഞാനിങ്ങനെ പറയാം, എന്തായിരുന്നു ദുരുപദേശങ്ങളുടെ ഒരു കൂട്ടം? എന്തായിരുന്നു? ഒന്ന്, ക്രിസ്തു ദൈവമല്ല, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്ന്. അതെ, അവന്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നില്ല, അവന്റെ ദൈവത്വത്തെയും അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് വരികയും ദൂതന്മാരെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഉയരുമെന്നും, പിന്നെയോ നമ്മൾ യഹൂദരല്ലായിരിക്കും, പക്ഷെ യഹൂദന്മാരോട് ചേർന്ന് പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കും പരിച്ഛേദനവും പെരുന്നാളുകളും ശബത്തും വാവുകളും ഉത്സവങ്ങളും ഭക്ഷണ നിയമങ്ങളും നമുക്കൂടെ അഡോപ്റ്റ് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ നമുക്ക് നിയമങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒരു കുത്തരിഞ്ഞ പുസ്തകം പോലെ ആയി പോകത്തില്ല. ഇത് വിശ്വാസം, കൃപ, വിശ്വാസം ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യവാകത്തില്ല. നമുക്ക് പിടിച്ചു തൂങ്ങാൻ നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണം. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്ന് വർദ്ധിപ്പിക്കാമെന്ന് പറയുന്ന ജ്ഞാനവാദികൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറും. എന്റെ പ്രിയരെ, ദൈവസഭയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നത് ദൂതന്മാരെ ആരാധിച്ചും യഹൂദ മര്യാദ പ്രകാരം നടന്നും, അതേ, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുമല്ല, മറിച്ച് സഭയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാട് സഭ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനുഷിക ദുരുപദേശങ്ങളെ, എല്ലാ ഹെറസികളെയും, എല്ലാ വ്യാജ ഉപദേശങ്ങളെയും പിന്തള്ളിക്കൊണ്ട് സഭ ഒറ്റ സ്വരത്തിൽ ശരീരം ഒരുമിച്ച് പറയുന്നു, ഞങ്ങളുടെ ശിരത്താകുന്ന ക്രിസ്തുവാണ്, അതെ, അവനാണ് സകലത്തിന്റെയും മുകളിലുള്ളവൻ, ആദ്യജാതൻ, മുമ്പെയുള്ളവൻ, സകലവും അവനായിട്ടും അവനിലേക്കും അവന് വേണ്ടിയുമാകുന്നു എന്നുള്ള വെളിപ്പാട് സഭയിലേക്ക് എത്തുവാൻ അപ്പോസ്തലനായ പൗലോസിനെ തന്റെ കരുതൽ തടങ്കിൽ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവവചന ചിന്തകൾ നമുക്ക് അനുഗ്രഹമാകും. എന്നാൽ ഒരു കാര്യം കൂടെ ഓർത്തോണം, അനുഗ്രഹമാകുന്ന ദൈവവചന ചിന്തകൾ ഉടലെടുക്കാനും അത് ഡെലിവറി ചെയ്യാനും ചിലപ്പം സാഹചര്യങ്ങൾ ഇച്ചിരി പ്രതികൂലമാകും. ആത്മീയ ശുശ്രൂഷകൾ അനുഗ്രഹമാണ്, പക്ഷെ ആത്മീയ ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ ചിലപ്പോൾ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായ വഴിയിലൂടെ ദൈവം കടത്തിവിട്ടെന്നിരിക്കും. അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി ദൈവമക്കളോട് ഇങ്ങനെ പറയട്ടെ, കൊലോസ്യ ലേഖനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക. ഞങ്ങൾ പഠിക്കുന്ന കൊലോസ്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾ പഠിച്ച എഫേസ്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകത ക്രിസ്തുവിന്റെ സഭയെ വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന കൊലോസ്യ ലേഖനത്തിന്റെ പ്രത്യേകത സഭയുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു, ശിരസ്സിനെ വെളിപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി വെളിപ്പെടുത്തുന്നു? വെളിപ്പെടുത്തേണ്ട സന്ദർഭം വന്നു, പറയേണ്ട സമയം വന്നു. ഇപ്പോൾ അത് കൊലോസ്യർ അറിയേണ്ട സമയം വന്നു. അവർക്കറിയാമെങ്കിലും അതിന്റെ സർവശ്രേഷ്ഠതയോടെ തൂലിക ചലിപ്പിച്ച് അത് തിഹിക്കോസ് എന്ന ആ വിശുദ്ധ ഭൃത്യന്റെ കയ്യിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി കൊടുത്തയക്കുകയാണ്. തിഹിക്കോസ്, അത് 4 പറയുന്നുണ്ട്. തിഹിക്കോസ് എന്ന ശ്രേഷ്ഠ ഭൃത്യന്റെ കയ്യിലാണ്
ഈ ലേഖനം എഴുതി കൊടുത്തു വിടുന്നു. ഒനോസിമോസിന്റെയും ഫിലോമോനുള്ള ലേഖനവും തീക്കോസും ഉണ്ട് കൂടെ. തീക്കോസിന്റെ ഇത് എഫെസ്യ സഭയ്ക്ക്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ ലവോദിക്കയ്ക്ക് സഭ ഇതൊന്ന് വായിച്ച് കേൾക്കണം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. എന്റെ പ്രിയരെ, ദൈവസഭയില് അംഗമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ഇന്ന് രാത്രി ഇങ്ങനെ ചിന്തിച്ചാട്ട്, പ്രശ്നങ്ങൾ കടന്നു വരാം. അത് ഇന്ന് മാത്രമല്ല, ഇന്നലകളിലും ഉണ്ടായിരുന്നു, ആദിമസഭയിലും ഉണ്ടായി. പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ എതിർക്കും, ചെറുത്തു നിൽക്കും? എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇളകിപ്പോകുന്ന അടിസ്ഥാനമില്ലാത്ത വിശ്വാസികളാണോ നമ്മൾ? അയ്യോ, ഒരുപാട് ദൂതന്മാരെ ആരാധിക്കണോ? അയ്യോ അയ്യോ അയ്യോ, ഒരു പറഞ്ഞ യഹൂദ മര്യാദ, അയ്യോ പേടിച്ചു പോയോ? വേണ്ടേ, ദൈവം ആരെ ആക്കി വെച്ചിട്ടുണ്ട്? ആരെല്ലാം ഞങ്ങൾ അപ്പത്തേക്ക് ഇവര് വേറൊരു കാര്യം കൂടി ഇവര് ചെയ്തു. എന്താണെന്നറിയോ? കൊരിന്ത്യ വിശ്വാസികളെ പോലെ ഇവര് ഒരു ഇളക്കി. എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ദർശനങ്ങളും രഹസ്യ ആത്മജ്ഞാനവും ലഭിക്കുന്നു പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാൻ തുടങ്ങി. അതെന്താ കാര്യം? കാരണം അങ്ങനെ പ്രത്യേകമായത് ലഭിക്കുന്നു പറഞ്ഞാലേ ജ്ഞാനവാദം കയറ്റിവിടാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ കണ്ടെന്നേ, അയ്യോ ശ്രേഷ്ഠമായത് ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന വ്യാജ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ മാർമികമാണ്, വലിയ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞ് ഇവര് ദർശിച്ചു എന്ന് പറഞ്ഞ് വിവരിക്കാൻ തുടങ്ങി. ദൈവസഭയുടെ ശ്രേഷ്ഠത ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ ജീവിതത്തിലുള്ള ഏക മാർഗം ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുക, അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക. അവൻ ആരെന്നുള്ള ബോധ്യത്തോടെ സഭ മുന്നോട്ട് പോയാൽ മതി. കാരണം നമ്മുടെ രക്ഷയുടെ ആരംഭം സംഭവിച്ചത് എങ്ങനെയാണ്? ജഡരക്തങ്ങൾ, അപ്പനും അമ്മയും രക്തബന്ധങ്ങൾ വെളിപ്പെടുത്തിയതല്ല, സ്വർഗസ്ഥനായ പിതാവ് ഒരു വെളിപ്പാട് നമുക്ക് തന്നു. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ച രക്ഷ നിലനിൽക്കുന്നതും ആ ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ തന്നെയാണ്. ആ വെളിപ്പാടിൽ പൗലോസ് അപ്പോസ്തലൻ അവസാനം വരെ നിന്നതുകൊണ്ട് അനേക സഭകൾ ദുരുപദേശങ്ങളുടെ അതേ ചുഴിക്കകത്ത് അകപ്പെട്ടു പോകാതെ, ആ കെണിയിൽ അകപ്പെട്ടു പോകാതെ പുറത്തു വരുവാനിടയായി. ഇന്ന് രാത്രി ദൈവവചന ചിന്തകൾ കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്കത് എത്തി നോക്കുവാൻ ദൈവം സഹായിച്ചു. അടുത്ത ആഴ്ച നമ്മള് അതിന്റെ തുടർമാന ഭാഗങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. നമുക്കിങ്ങനെ ഒന്ന് ഹൃദയത്തിലേക്ക് ദൈവവചനത്തിന്റെ ധ്യാനങ്ങളെ, ചിന്തകളെ ഒന്ന് ക്രോഡീകരിച്ച് ഹൃദയത്തിൽ ഒന്ന് നിക്ഷേപിക്കാം. ഞങ്ങൾക്ക് സഭയെക്കുറിച്ച് ഉള്ള വെളിപ്പാട് ദൈവം തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നതിനായി സ്തോത്രം. ഏതെല്ലാം ജ്ഞാനവാദങ്ങളെയും, ഏതെല്ലാം ദുരുപദേശങ്ങളെയും, ഏതെല്ലാം വ്യാജ ദർശനങ്ങളെ, സ്വപ്നങ്ങളെ എതിർക്കത്തക്ക രീതിയിൽ ദൈവസഭയുടെ ആ പൂർണ്ണമായ നിർമ്മലത കാത്തു സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ദൈവം ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ വെളിപ്പാട് തന്നിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവേശു ആരെന്നുള്ള അവന്റെ മഹത്വമേറിയ വെളിപ്പാട്, അവൻ ആരെന്നുള്ള മഹത്വമേറിയ വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും അങ്ങ് നിക്ഷേപിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ ഒരൊറ്റ വെളിപ്പാടിൽ കൊലോസ്യ സഭ യഥാസ്ഥാനപ്പെട്ടു. സകല ജ്ഞാനവാദവും പൊളിഞ്ഞു. പ്രിയരെ, ജ്ഞാനം പറയുന്നവർ ജ്ഞാനം പറയട്ടെ. പക്ഷെ സഭ എന്ത് ചെയ്യണം? സഭ ക്രിസ്തുവിനെ ഉയർത്തണം, സഭ ശിരസിനെ ഉയർത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ഞങ്ങൾ നിഷ്ഫലന്മാരാകാൻ ദൈവം ഞങ്ങളെ ഒരിക്കലും അനുവദിക്കല്ലേ. ചില കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാതെ ദൈവം ഞങ്ങളെ നടത്തുന്നത് കൊണ്ട് എന്ന് പുറത്തു വരുമെന്ന് അപ്പോസ്തലൻ അറിയത്തില്ല, എന്താകും ഇതിന്റെ അന്ത്യമെന്ന് അറിയത്തില്ല, ഇതിനകത്ത് എന്തൊക്കെ ദൈവം ഗുണം ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ റോമ കരുതൽ തടങ്കൽ താമസിച്ചുകൊണ്ട് തൂലിക ചലിപ്പിച്ച് എപ്പോൾ റിലീസാവും, എപ്പോൾ വിചാരണ നടക്കും, വിചാരണ അനുകൂലമായിരിക്കുമോ, ഈ ലേഖനങ്ങൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും, അവർ സ്വീകരിക്കുമോ, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ ഏൽപ്പിച്ച വേല ഞാൻ വിശ്വസ്തയോടെ ചെയ്യും. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ശുശ്രൂഷ ചെയ്താൽ മതി, അതിന്റെ അനന്തര ഫലം അളക്കണ്ട. ഫലമാണ് തരുന്ന ദൈവമാ, പ്രതിഫലം തരുന്ന ദൈവമാ. നാം നമ്മുടെ ജീവിതം കൊണ്ട് ഫലം പുറപ്പെടുവിക്കുക, ശുശ്രൂഷയിൽ നാം മുന്നോട്ട് പോവുക, നിയോഗങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുക. അത് എവിടൊക്കെ പ്രയോജനപ്പെടുത്തണം, ആരൊക്കെ അത് സ്വീകരിക്കണം, ആർക്കൊക്കെ ഗുണം ചെയ്യണം, എങ്ങനെ അത് ഫലവത്താക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവരും അധികാരമുള്ളവരും ദൈവം.
അവർക്ക് സ്വീകരിക്കുമോ? ഇത്രയും വലിയൊരു ജ്ഞാനവാദം കടന്നു പിടിച്ചിരിക്കുന്ന ഒരു സഭയിൽ ഞാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ അങ്ങനെയല്ല. അപ്പോസ്തലനറിയാം ഏത് ജ്ഞാനവാദത്തെ അടിപടലെ അത് വലിയൊരു കോട്ട പോലെ കെട്ടി ഉയർത്തിയാലും ക്രിസ്തുവിന്റെ വെളിപ്പാട് ഈ കത്തിലൂടെ ദൈവശക്തിയായി കൊലോസ്യ സഭയിൽ വായിക്കപ്പെടുമ്പോൾ അതൊരു വലിയ പ്രസംഗമായി ദൈവശക്തിയായി അസ്ഥിമജ്ജകളെ വേർപിടിക്ക് തുളച്ചേലുന്ന ദൈവത്തിന്റെ വചനം, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ പാവങ്ങളെ വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം, പ്രാണനെ ആത്മാവിനെ വേർപിടിക്കും വരെ തുളച്ചേലുന്ന ദൈവത്തിന്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, അതൊരു കത്തിലൂടെ കടന്നിയെന്ന് കൊലോസ്യ സഭയിൽ വായിച്ചു കേൾക്കുമ്പോൾ ജനത്തിന്റെ അകത്തേക്ക് ഹൃദയത്തിൽ കടന്നുകൂടിയ സംശയങ്ങളും ദൂതന്മാരെ ആരാധിക്കാൻ കടന്നു വന്ന പ്രലോഭനങ്ങളും യഹൂദ മര്യാദകൾ പാലിക്കാൻ കടന്നു വന്ന ദുരുപദേശ ദുസ്വാധീനങ്ങളും ഇതിലെന്തോ ക്രിസ്തുവിനേക്കാൾ എന്തോ ഇനി ശ്രേഷ്ഠമായ അതേ നിയമങ്ങൾ ആചരിച്ച് നേടാനുണ്ടെന്ന് പറഞ്ഞ അതേ ജ്ഞാനവാദികളുടെ സകല വാദങ്ങളെയും അതേ അടിവേരോടെ പിഴുതുകളയാൻ എന്തിടയാക്കിയെന്നറിയാവോ? കൊലോസ്യ ലേഖനത്തിലുള്ള ക്രിസ്തുവിന്റെ വെളിപ്പാടിന് കഴിഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലുള്ള ഏത് സംശയങ്ങളെ മാറ്റാനാണ് ദൈവത്തിന് കഴിയാത്തെ? നമ്മുടെ സഭയ്ക്ക് നേരെ ഏത് പ്രശ്നങ്ങളെ തീർക്കാനാണ് ദൈവത്തിന് കഴിയാത്തെ? നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ എന്ത് തടസ്സം? അവന്റെ മഹത്വമേറിയ വെളിപ്പാടുമായി നമുക്കൊരു സമർപ്പണ പ്രാർത്ഥനയോടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ വെളിപ്പാടുമായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. അങ്ങ് ആരെന്നുള്ള നിറഞ്ഞ ആ വെളിപ്പാടോടെ ബോധ്യത്തോടെ മറനീക്കി അങ്ങ് വെളിപ്പെടുത്തി അങ്ങ് ഞങ്ങളുടെ രക്ഷ ആരംഭിച്ചെങ്കിൽ ദിനംതോറും ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സർവസമ്പൂർണതയുടെ സമ്പൂർണ്ണ രക്ഷയുടെ അനാദിയും ശാശ്വതമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് ആ പ്രീ എമിനന്റ് ആയിരിക്കുന്ന അതിശ്രേഷ്ഠനായിരിക്കുന്ന ഔന്നത്യം പ്രാപിച്ചിരിക്കുന്ന മരിച്ചവൻ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന സകലവും അവനാലും അവങ്കിലേക്കും അവൻ മുഖാന്തരവും ആകുന്നു എന്നുള്ള ക്രിസ്തുവിന്റെ ആ സുപ്രീം അതോറിറ്റിയെ ആരുയർത്താൻ തയ്യാറാണോ അവർക്ക് ഈ ദേശത്ത് ജീവിതത്തിന്റെ അന്ത്യം വരെ വേല ചെയ്യുവാൻ ദൈവം ഇടവൊരുക്കും, സമയമൊരുക്കും. ദൈവം നമ്മുടെ ശുശ്രൂഷയെ നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സഭ സുരക്ഷിതമായിരിക്കും. കൊലോസ്യ സഭ സുരക്ഷിതമായത് പൗലോസ് അപ്പോസ്തലന്റെ മിടുക്കുകൊണ്ടല്ല. പൗലോസ് അപ്പോസ്തലനെ ദൈവം ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ വെളിപ്പാട് കൊടുത്തെങ്കിൽ സകല ദുരുപദേശങ്ങളെയും അതേ അട്ടിമറിക്കാൻ കഴിവുള്ള സത്യവചനം ഈ നാളുകളിൽ സഭയ്ക്കകത്ത് ധാരാളമായി ചൊരിയപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം അത് ചെയ്യും. നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കും, ശക്തീകരിക്കും, സംശയങ്ങളെ ദൂരീകരിക്കും. തീർന്നില്ല, നമ്മുടെ ഏത് പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമുക്ക് വേണ്ടി ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. വരും ദിവസങ്ങൾ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ആഴമായി ഇടപെട്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സഹായ ദൈവത്തിന് നന്ദി പറയുന്ന മഹത്വം ഇനി വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.